കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 74/2024 കാറ്റഗറി നമ്പറിൽ PS നടത്തിയ ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന്റെ പാർട്ട് 2വുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. കറക്റ്റ് ആൻസർ ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര കൊല്ലം, തോപ്പുംപടി എറണാകുളം, അഴീക്കൽ കണ്ണൂർ. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. M. ശ്രീശങ്കർ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. സമ്മാനത്തുക 15 ലക്ഷം രൂപ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി C. ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ഫസ്റ്റ് മലയാളി വനിത KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം IM വിജയൻ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇത് ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി IK ഗുജറാൾ. 1997 ഡിസംബർ 1 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രയോജനം നൽകുന്ന പരിപാടിയാണ് അന്നപൂർണ പദ്ധതി. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുന്ന പരിപാടിയാണ് അന്നപൂർണ പദ്ധതി. പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. 18 വയസ്സ് പൂർത്തിയായവർക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കർണീജ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. PSC ഉത്തരസൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചണകൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് 150 സെന്റിമീറ്റർ കൂടുതൽ മഴ, ഉയർന്ന താപനില, നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. സുവർണ നാരി എന്നറിയപ്പെടുന്നത് ചണം. ചണം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ എന്നിവ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം ദഹനം സുഗമമാക്കാൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് എന്നിവയിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. നെല്ലിക്കയിലുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. തൈരിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിലെ ആസിഡാണ് അസറ്റിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനം PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു. ആദിത്യ ലാഗ്രജൻ പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാണ്
വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികച്ച താരവും അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി തികച്ച ആദ്യ താരവും അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 4,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ താരവും വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടനാണ് അല്ലു അർജുൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ അല്ലു അർജുൻ. എന്നാൽ 2024 മികച്ച നടൻ ഋഷഭ് ഷെട്ടി. മികച്ച നടി നിത്യ മേനോൻ ആൻഡ് മാനസി പരേഖ്. മികച്ച സംവിധായകൻ സൂരജ് ആർ പാർചാത്യ. മികച്ച ജനപ്രിയ ചിത്രം കാന്താര. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് സൗദി വെള്ളയ്ക്ക. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. 2028 വേദി ലോസ് ഏഞ്ചലസ്. 2032 വേദി ബ്രിസ്ബൻ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങളാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വൈറ്റമിൻ കെയുടെ രക്തസ്രാവം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങളാണ് പവിത്ര, അന്നപൂർണ എന്നിവ. പവിത്രയും അന്നപൂർണയുമാണ് നെല്ലിന്റെ സങ്കരയിനങ്ങൾ. പയറിന്റെ സങ്കരയിനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ശാരിക. വെണ്ടയുടെ സങ്കരയിനാണ് കിരൺ, അർക്ക, അനാമിക, അപേയ്. വഴുതനയുടെ സങ്കരയിനമാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ, രശ്മി. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങളാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായതാണ് ഇരുമ്പ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അയഡിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യ വർഷമായാണ് ആചരിക്കുന്നത്. 2024 ക്യാമലിഡുകളുടെ അന്താരാഷ്ട്ര വർഷം. 2025 ഹിമാനി സംരക്ഷണ വർഷം ആൻഡ് അന്താരാഷ്ട്ര സഹകരണ വർഷം. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത ജോഡി, സിങ്ക് ഗലീന. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിൻസൈറ്റ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? മാസ്, പ്രവേഗം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം മാസ്, പ്രവേഗം എന്നിവയെ ആശ്രയിക്കുന്നു. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗണ്ട് ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗണ്ട് ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്,
അലക്സി ഐക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. ഡേവിസ് ബേക്കർക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും ഡേമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ എന്നിവർക്ക് പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനും നൽകിയ സംഭാവനയ്ക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് എന്നത് ശരിയായ പ്രസ്താവനകളാണ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏത്? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ആണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. റോക്കറ്റിന്റെ ആദ്യഘട്ടത്തിൽ ഖര ഇന്ധനമാണ് ഉപയോഗിച്ചത്. രണ്ടാം ഘട്ടത്തിൽ ദ്രാവക ഇന്ധനവും അവസാന ഘട്ടത്തിൽ ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ഉപയോഗിച്ചത്. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം 3. കെ, എൽ, എം എന്നിങ്ങനെ 3 ഷെല്ലുകളാണ് ഉണ്ടാവുക. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ് എന്നിവയാണ് ശരിയായ പ്രസ്താവന. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ തുടങ്ങിയവ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളേവ? കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി എന്നിവ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി. മറ്റു രോഗങ്ങളാണ് മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 പ്രസ്താവനകളുമാണ് ശരിയായവ. ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. തെർമോമീറ്റർ താപനില അളക്കുവാനും ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുവാനും ലാക്ടോമീറ്റർ പാലിലെ വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നു. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്നതാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വൈറ്റ് കെയിൻ, ടാക്ടൽ വാച്ച്, ടോക്കിൻ വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. വൈറ്റ് കെയിൻ, ടാക്ടൽ വാച്ച്, ടോക്കിൻ വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. അന്ധരോ കാഴ്ച വൈകല്യമുള്ളവരോ ആയവർക്ക് സഹായം നൽകുന്ന ഉപകരണങ്ങളാണ് വൈറ്റ് കെയിൻ, ടാക്ടൽ വാച്ച്, ടോക്കിൻ വാച്ച് തുടങ്ങിയവ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഡയേറിയ ബാക്ടീരിയ എന്നതാണ്.
ഡയേറിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. മലേറിയ പ്രോട്ടോസോവ രോഗമാണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ശരിയായിട്ടുള്ളവ ഓപ്ഷൻ എ ആണ്. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു എന്നിവയാണ് ശരിയായ പ്രസ്താവന. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് വിറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു എന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി, സി. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ചുറ്റുപാടുകളിലെ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ഡിവൈസ് ക്ലോഷർ എന്ന ചികിത്സാ രീതി ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിലെ മുകളിലെ 2 അറകൾക്ക് ഇടയിലുള്ള ഭിത്തിയിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളാണ് എൻട്രിയൽ സെപ്റ്റൽ ഡിഫെക്റ്റ്. ഇത്തരം വൈകല്യങ്ങളെ ചികിത്സിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിവൈസ് ക്ലോഷർ. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അസം. അസാമിലെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്ന അരിയാണ് ചോക്കുവ അരി. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജല ബജറ്റ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഹരിത കേരള മിഷൻ. വാട്ടർ മെട്രോ പ്രൊജക്ട് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും കേരളം. ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന്റെ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം.